അതായത് നമ്മൾ പോയിട്ട് ചൊവ്വയിൽ പോയിട്ട് വെള്ളം അന്വേഷിച്ച് നടക്കുമ്പോഴും ഇവിടെ ചില ആൾക്കാർ ചൊവ്വാ ദോഷമുള്ള പെണ്ണിനെ കിട്ടൂല എന്ന് പറഞ്ഞിരിക്കുന്ന നാടായത് എന്തിന്? നിങ്ങൾക്ക് എന്തില്ലായിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? അതായത് 10-25 വർഷം വളർത്തിയ മാതാപിതാക്കളോടില്ലാത്ത സ്നേഹം നിങ്ങൾക്ക് എന്തിനാണ് ഇതുപോലെയുള്ള 1-2 വർഷം മാത്രം പരിചയമുള്ള ഈ വേട്ടാവിളിയന്മാരോട്? ഈ അച്ഛനമ്മമാർക്ക് ഉപകാരമൊന്നും ചെയ്യണ്ട, പക്ഷെ ഉപദ്രവം ചെയ്യരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരാൾ പോലും ഉപദ്രവം ചെയ്യും. എടപ്പാളിലെ നാണം കെട്ട ഫാമിലി, ഒരു വലിയ കുടുംബം. അമ്മ അധ്യാപികയാണ്, അച്ഛനാണെങ്കിലും എന്ന് പറഞ്ഞാൽ വലിയ ബിസിനസ്സുകാരൻ. അപ്പോൾ ഇഷ്ടംപോലെ പൈസയുണ്ട്. പൈസ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നല്ലേ? അതായത് മകനാണെങ്കിൽ IB ഓഫീസറാണ്. മകൻ ഇതേപോലെ ഏതെങ്കിലും പെണ്ണിനെ പ്രേമിക്കും, അവൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ അവളുടെ പൈസ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ അടിച്ചു മാറ്റും. അങ്ങനെ ഈ അച്ഛനും അമ്മയും, അതായത് ഈ അധ്യാപികയായ അമ്മ എന്ന് പറയുന്ന എന്നാ പറയുക അപരാധി മോള് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇവനെ പോലെയുള്ള ഒരു നാറിയെ പെറ്റു വളർത്തിയ ഈ ടീച്ചറെ ഈ അപരാധി മോള് എന്നല്ലാണ്ട് വേറെ ഒന്നും വിളിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അപരാധി മോൻ, ഇവൻ്റെ തന്ത അവിടെ ബിസിനസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ ഇതിറ്റുകൾക്ക് രണ്ടിലുണ്ടായ വലിയ അപരാധി. അപ്പോൾ ഇവനാണ് ഇതിൻ്റെയൊക്കെ ഇത്തിൽ കണ്ണി എന്ന് പറയുന്നത്. ഇവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെ പെൺകുട്ടികളാണ്. അതായത് ഇപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഈ മേഘ എന്ന് പറയുന്ന ഒരു IB ഓഫീസറുടെ മരണം നമ്മളെല്ലാവരും കണ്ടതാണ്. ആ പെൺകുട്ടിയുടെ ആ ഒരു യുവതിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ 80 രൂപയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് അതിന് ചെലവിൻ്റെ പൈസ കൊടുക്കുന്നത് ഇവനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IB ഉദ്യോഗസ്ഥയായ ഈ മേഘ എന്ന് പറയുന്ന 25 വയസ്സുകാരി അച്ഛൻ്റെയും അമ്മയുടെയും ഏക മകളാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭാരിച്ച എല്ലാ സ്വത്തിനും അവകാശിയാണെന്ന് എല്ലാ കാര്യങ്ങളും ഈ സുഗാന്ത് എന്ന് പറയുന്നവനറിയാം. അവൻ്റെ തന്തക്കും തള്ളക്കും അറിയാം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ എല്ലാ കാര്യങ്ങളും അക്കൗണ്ടും അതുപോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈക്കലാക്കിയിരുന്നു. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവൻ കൊടുക്കുന്ന നക്കാപ്പിച്ച കൊണ്ടാണ് ഈ പെൺകുട്ടി ജീവിക്കുന്നത് എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ വിലക്കിയിട്ടുണ്ട്, മോളെ ഇവൻ്റെ കൂടെ എറണാകുളം പോകരുത്. കാരണം അവർക്കറിയാം ഇവൻ എങ്ങനെയുള്ളവനാണ്. IB ഓഫീസറാണ്, അല്ലെങ്കിൽ മാങ്ങാത്തൊലിയാണ്, വിദ്യാഭ്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈവിട്ടു പോയത് തന്നെയല്ലേ. അതുകൊണ്ട് തന്നെയാണ് മാതാപിതാക്കൾ പറഞ്ഞത് മോളെ ഈ പരിപാടി നടക്കൂല. അങ്ങനെ ഈ സുഗാന്തിനോട് ചോദിക്കുകയാണ് നമുക്കൊന്ന് കല്യാണം കഴിച്ചാലോ എന്ന്. അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങ് ചോർന്നു പോയി എന്നുള്ളതാണ്. കാരണം അവന് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അവൻ എന്താണ് പൈസ അടിച്ചു മാറ്റുക, അതുപോലെ തന്നെ സ്വത്ത് അടിച്ചു മാറ്റുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതായത് അവൻ്റെ നാടായ എടപ്പാളിൽ നിന്ന് കിട്ടിയൊരു വിവരമാണ്. ഈ ഫാമിലിക്ക് എന്ന് പറഞ്ഞാൽ ഈ ആഭിചാര ക്രിയകളും മന്ത്രവാദവും ചെയ്യുന്ന ഒരു പണിയും കൂടിയുണ്ട്. അതുമാത്രവുമല്ല ഇവർ മറ്റുള്ള ഒരു അയൽവാസികളായാലും നാട്ടുകാരായാലും ഒരാളുമായിട്ട് ഒരു പരിചയവുമില്ല, ഒരു ബന്ധവുമില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സുഗാന്ത് എന്ന് പറയുന്ന ഇവരുടെ മകൻ ഈ IB ഓഫീസറാണെന്ന് ചില നാട്ടുകാർ ഇപ്പോഴാണ് അറിയുന്നത്. അവർക്കാർക്കും അറിയില്ല. എന്തിനധികം പറയുന്നത് സ്വന്തം സഹോദരൻ്റെ വീടായിട്ട് പോലും ഇവൻ്റെ അച്ഛന് ബന്ധമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭിചാര്യ കർമ്മങ്ങളും പിന്നെ പൂജാതി മന്ത്രങ്ങളും ഇതൊക്കെയാണ് നടക്കുന്നത്. എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നല്ലൊരു അന്വേഷണം നടത്തണം. അതായത് ഇവൻ ഇനി വേറെ ആരെങ്കിലും ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ടോ, ഇനി വല്ല ഈ ബലിയും കൊടുക്കാനാണോ? നമുക്കൊന്നിനും വിശ്വസിച്ചൂടാ. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസവും വിവരവും മാങ്ങാത്തൊലി ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസത്തിൻ്റെ പുറകെയാണ്. അതായത് നമ്മൾ പോയിട്ട് ചൊവ്വയിൽ പോയിട്ട് വെള്ളം അന്വേഷിച്ച് നടക്കുമ്പോഴും ഇവിടെ ചില ആൾക്കാർ ചൊവ്വാ ദോഷമുള്ള പെണ്ണിനെ കിട്ടൂല എന്ന് പറഞ്ഞിരിക്കുന്ന നാടായത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളെല്ലാം നന്നായിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് എല്ലാ നേട്ടങ്ങളും കൈവരിക്കുമ്പോഴും നമ്മളിപ്പോഴും എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസത്തിന് അടിമ തന്നെയാണ്. അതിൽ പാവപ്പെട്ടവന്നോ പണക്കാരെന്നോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവൻ്റെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ എന്ന് പറയുന്ന ടീച്ചറാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അച്ഛനാണെങ്കിൽ ബിസിനസ്സുകാരെന്ന് പറയുന്നുണ്ട്. ഇഷ്ടംപോലെ സ്ഥലം വാങ്ങിച്ചിടുന്നുണ്ട്, പണമുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ എങ്കിൽ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് വല്ല പൂജയും നടത്താനാണോ പ്ലാന്, അതെങ്ങാനമാണോ എന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവന് ഈ പെൺകുട്ടിയെ എങ്ങാനും എപ്പോഴെങ്കിലും ഇവിടെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടോ, ഇനി വല്ല പൂജയും കഴിച്ചിട്ടുണ്ടോ നമുക്കറിയാലോ. അതായത് നാരീപൂരിയും മൂരിപൂരിയിലുള്ള സമയമാണ്. എന്താണെന്ന് വെച്ചാൽ ഉടുക്കാത്തതും ഉടുത്തതുമായിട്ടുള്ള ഇഷ്ടംപോലെ പൂജകൾ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാടെണ്ണം നടത്തുന്നതാണ്. പണ്ട് മാധവാട്ടം സന്തോഷ് വരെ ഇത് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാലോ. ഒരു സിനിമാ നടീനെയൊന്നും ഞാൻ പറയുന്നില്ല. ഇനി ഞാൻ പറഞ്ഞിട്ട് ഇനി അവർക്കൊരു പ്രശ്നം വേണ്ട. അതായത് നാരീ പൂജ നൽകാനായി ഉടുത്തതയച്ച് നിൽക്കുന്നതിനൊരു കുഴപ്പമില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇനി ഒരു വിഷമം വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തോ ഒരു വലിയൊരു പ്രശ്നം നടന്നിട്ടുണ്ട്. ഒന്നുകിലെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി ഒരു ചതിയിൽ പെട്ടുപോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് പൈസ സംബന്ധമായിട്ടൊന്നുമല്ല മരിച്ചിരിക്കുന്നത്. അതൊക്കെ ഒരു താൽക്കാലിക കാരണം മാത്രമാണ്. ഒന്നുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്തോ ഒരു സംഭവം പൂജയോ അതുപോലെ
ഇതുപോലെ വല്ല ലഹരിയോ കാര്യമോ എന്തോ ഒന്ന് നടന്നിട്ടുണ്ട്. അതായത് എറണാകുളത്ത് മാത്രമാണ് പോകുന്നത് എന്നാണ് പറയുന്നത്. മിക്കവാറും എറണാകുളത്ത് മാത്രമായിരിക്കില്ല, ഇവൻ്റെ വീട് വരെ ചിലപ്പോൾ ഈ പെൺകുട്ടി പോയിട്ടുണ്ടാകും. അവിടെയുള്ള പൂജകളിൽ പങ്കെടുത്തിട്ടുണ്ടാകും. ഇനി വല്ല നാരീപൂജി നഗ്നപൂജി എന്തെങ്കിലും നടന്നിനോ, അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണോ ഈ കാർഡൊക്കെ കൈക്കലാക്കിയത്? അല്ല, ബോധമുള്ളവരാണെങ്കിൽ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ പ്രേമിക്കുന്നതാണെങ്കിലും ശരി, എന്തെന്നായാലും ശരി, നമ്മളുടെ ഈ കാർഡ് ഉണ്ടല്ലോ, അതായത് ബാങ്ക് കാർഡ്, ഇതൊന്നും എന്ന് പറഞ്ഞാൽ ഒരാൾക്കും കൊടുക്കാത്തതാണ്. എത്ര വില്ലോനായാലും ശരി, ചിലപ്പോഴെന്ന് പറഞ്ഞാൽ 10-500 കടം കൊടുത്തു എന്ന് വരും. അതുമാത്രവുമല്ല, ഇവൻ ഇത്രത്തോളം പൈസയുള്ളവനാണ്, ഇവനും ജോലിയുള്ളതാണ്, ഇവനും സെയിം ഫീൽഡിൽ ജോലിയുള്ളതാണ്. അപ്പോൾ അത്യാവശ്യ ശമ്പളം ഇവനും ഉണ്ടാകും. പിന്നെ ഇവന് എന്തിനാണ് ഈ പൈസ മുഴുവൻ കൊടുത്തത്? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. അതുപോലെ തന്നെ വിവരമുള്ള ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇത്? അതുകൊണ്ടാണ് എൻ്റെ ബലമായ സംശയം, അവിടെ എന്തെങ്കിലും പൂജയോ അങ്ങനെ വല്ലതും നടന്നിട്ടുണ്ടോ? ഇനി വല്ല ലഹരിയും കൊടുത്ത് മയക്കിയിട്ട് വല്ല നഗ്നചിത്രവും പിടിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വീഡിയോസ് ഉണ്ടോ? ഇതൊക്കെയാണ് അന്വേഷിക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹത്തിൽ നിന്നും അവൻ പിന്മാറി, അവന് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടും. അവൻ ഈസി ആയിട്ട് രക്ഷപ്പെടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതല്ല വേണ്ടത്. ഇതിൻ്റെ കൃത്യമായിട്ട് എന്താണെന്ന് ഇതിൻ്റെ നടന്നിരിക്കുന്നത്. ആ അച്ഛനെയും അമ്മയും പോലെ തന്നെ അച്ഛനും അമ്മയ്ക്കും ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ പറയാനൊക്കെ കുറച്ച് മടിയുണ്ടാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണോ നടന്നത് ഞങ്ങൾക്കറിയണം എന്നൊക്കെ പറയാൻ അവർക്ക് മടിയുണ്ടാകും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കണ്ടുപിടിക്കണം. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭയങ്കരമായിട്ടുള്ള ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വിവരവുമില്ല, എന്തോരം പറയുന്നത് നമ്മളൊക്കെ വന്നിട്ട്, അതായത് കല്യാണം കഴിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ പോകല്ലേ 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 എന്ന് നമ്മൾ പറയുന്നതല്ലാതെ ഇവരാരെങ്കിലും കേൾക്കുന്നുണ്ടാ? അപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കാത്തിടത്തോളം കാലം നമ്മൾ കേൾക്കുന്നതൊക്കെ കള്ളത്തരമാണ് എന്ന് ചില ആൾക്കാർക്ക് വിചാരമുണ്ട്. അതായത് നമ്മൾ കേൾക്കുന്നത് യു-പിയിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലും പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ആന്ധ്രാപ്രദേശിലും കർണാടകയിലും അല്ലേ. ഇപ്പോഴും നമ്മളെ നാട്ടിൽ നമ്മൾക്ക് അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മളെല്ലാം പഠിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴും ഈ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ നാട് അതുപോലൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരെയാണ് മാതൃകയാക്കുന്നത്, ആരെയാണ് നമ്മൾ അനുകരിക്കുന്നത്, നമുക്കൊന്നും അറിയില്ല. അതായത് ഇവിടെ കുറേ എണ്ണം വന്നിട്ട് ഇങ്ങനെ എന്താ പറയേണ്ടത്, രാത്രി സഞ്ചാരത്തിന് ഇത് വേണം, അല്ലെങ്കിൽ എന്താ രാത്രി കാലങ്ങളിൽ ഞങ്ങൾക്ക് വെളിയിലിറങ്ങി നടക്കണം. എന്ത് തേങ്ങാ കൊലക്കടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. വീട്ടിൽ നിന്ന് കളവും പറഞ്ഞു വന്നിട്ട് ഇവിടെ നിന്ന് കഞ്ചാവും MDMA അടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്ത് വലിയ ജോലിക്കാരിയായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടെങ്കിലും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരി തന്നെ. കല്യാണത്തിന് ശേഷമല്ലാതെ കല്യാണത്തിന് മുന്നേ ഇമാതിരി കോപ്രായത്തിന് നിങ്ങൾ ഇറങ്ങരുത്. കാരണം ഈ കാമുകന്മാർ അല്ലെങ്കിൽ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന നാറികൾ കള്ളന്മാരാണ്. അത് എന്ത് വന്നാലും ശരിയാണെന്ന്. നിങ്ങൾ എന്ത് യോജിച്ചില്ലെങ്കിൽ ശരി, ഏതെങ്കിലും ഒരുത്തനുണ്ടോ സ്വന്തം കാമുകിക്ക് വേണ്ടിയിട്ട് ജീവൻ കളഞ്ഞ്? ഒരുത്തൻ പോലും ഇല്ല. ചതിച്ചിട്ട് മാത്രമേ അല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണത്തിൻ്റെ ജീവനാണ് ഇവന്മാർ എടുത്തിരിക്കുന്നത്? ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മക്കളെ, നിങ്ങൾക്ക് നല്ലൊരു ജീവിതം തന്നിട്ടുണ്ട്. ആ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലവൻ്റെയും പിച്ചാത്തി പിടിക്കോ, അല്ലെങ്കിൽ ഒരു മുളം കയറിലോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും വരുന്ന ട്രെയിനിൻ്റെ മുന്നിലോ അവസാനിപ്പിക്കാനുള്ളതല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്ക്. നിങ്ങൾക്ക് എന്തില്ലായിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? അതായത് 10-25 വർഷം വളർത്തിയ മാതാപിതാക്കളോടില്ലാത്ത സ്നേഹം നിങ്ങൾക്ക് എന്തിനാണ് ഇതുപോലെയുള്ള 1-2 വർഷം മാത്രം പരിചയമുള്ള ഈ വേട്ടാവിളിയന്മാരോട്? അതുമാത്രവുമല്ല, ശരീരം മാത്രമാണ് അവൻ ആവശ്യം, അവന് വേറെ ഒന്നും വേണ്ട. ഈ സുഗാന്ത് എന്ന് പറയുന്നവന് വിവാഹം കഴിക്കാനാണെങ്കിൽ, അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ ഞെട്ടിപ്പോയി. അവനെന്താ വിചാരിച്ചതെന്നറിയാം, കുറച്ച് കാലം ഇങ്ങനെ കറങ്ങി നടക്കുക, അതിനുശേഷം തന്നെ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു വിടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതെല്ലാം കൂടിയിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഇവൻ പോലും ഞെട്ടിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇതുപോലെയുള്ള വലയിൽ പോയിട്ട് വീഴരുത്. വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു നിമിഷം ആ ഒരു യുവതി 25 വയസ്സേ അതിന് പ്രായമുള്ളൂ, നല്ലൊരു ഓഫീസർ റാങ്കിൽ ജോലി ചെയ്യുന്നതാണ്, അത്യാവശ്യം സാലറി ഉണ്ട്, അതുപോലെ തന്നെ ഫാമിലി പരമായിട്ട് നല്ല സാമ്പത്തികമുള്ളതാണ്. ഒരു നിമിഷമെങ്കിലും അതതിൻ്റെ അച്ഛനെയും അമ്മയെയും ഒന്ന് ഓർത്തിരുന്നുവെങ്കിൽ, അതിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു കഷ്ടപ്പാട് ഓർത്തിരുന്നുവെങ്കിൽ ആ ഒരു യുവതി ഇതുപോലെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്താണ്? അച്ഛനെയും അമ്മയെയും വേണ്ട, എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഇതുപോലെ സുഹൃത്തുക്കളെ മതി. ഈ സുഹൃത്തുക്കളാണെങ്കിലും ഇതുപോലെയൊരു നാറിക്കൂട്ടങ്ങൾ ലോകത്തില്ല. അതാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. പണ്ട് ഹോസ്റ്റലിലെങ്ങാറ്റം നിൽക്കുന്ന ഒരു പെൺകുട്ടി, അതിനെയും കൊണ്ടുപോയിട്ട് ലോകത്തൊരാൾ പോലും പോകാത്ത ഒരു വെള്ളച്ചാട്ടം, അത് ആലോചിച്ച് നോക്കണം നിങ്ങൾ. അവിടെ പകൽ പോലും ആൾക്കാർ പോകാറില്ല, കാരണം അത്രയും അപകടം പിടിച്ചതാണ്. അവിടെയാണ് ഇവൻ്റെ സുഹൃത്തിനെയും കൊണ്ടുപോയത്. പിറ്റേ ദിവസം നമ്മൾ കണ്ടതല്ലേ, 2 എണ്ണത്തിനെയും ജടാൻ നടന്ന് കിട്ടിയത്. എൻ്റെ അസുഖമായിരുന്നു, അതുപോലെ തന്നെ ഇവൻ്റെ കൂടെ പോയത് എൻ്റെ അസുഖമായിരുന്നു. ആ പെൺകുട്ടിക്ക് ജീവൻ പോയില്ലേ?
അതിൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും സമാധാനവും സന്തോഷവും എല്ലാം കെട്ടടങ്ങിയില്ലേ? ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ അച്ഛനമ്മമാർക്ക് ഉപകാരമൊന്നും ചെയ്യണ്ട, പക്ഷെ ഉപദ്രവം ചെയ്യരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരാൾ പോലും ഉപദ്രവം ചെയ്യരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ കുറച്ച് സമാധാനം കൊടുക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് മറക്കല്ലേ, പിന്നെ കമൻറ്റ് അത് തീരെ മറന്നു പോകരുത്. നന്ദി, നമസ്കാരം.